നമസ്കാരം, ഞാൻ രാജു പുനർജന അഗ്രവാടൻ, മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്നിപ്പം വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കർഷകരും കൂടുതൽ സ്ഥലം കണ്ടെത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക വിള, അതിനെക്കുറിച്ച് പറയാനാണ്. നമ്മൾ തെങ്ങിനിപ്പോൾ നല്ല വിലയായിട്ടുണ്ട്. തേങ്ങക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെ കിട്ടാത്ത വില 75 രൂപയോളം അതിൻ്റെ മുകളിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെങ്ങിൻ തൈക്കാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ആവശ്യക്കാർ കൂടി വന്നിട്ടുണ്ട്. തെങ്ങിൻ തൈ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള തെങ്ങിൻ തൈയൊക്കെ തീർന്നു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഞാൻ ഈ തെങ്ങ് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ പറയാനുള്ളത്, നമുക്ക് ഇതിൽ ഏറ്റവും നല്ല തെങ്ങെന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. നമുക്ക് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും ഒരു 10-80 വർഷത്തോളം ഇതിന് ആയുസുണ്ട് കുറ്റ്യാടി. നമ്മൾ തെങ്ങ് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുറ്റ്യാടി വെക്കുന്നതാണ്. നാടൻ തെങ്ങാണ് കുറ്റ്യാടി. നല്ല ഹൈറ്റ് വരും. ഒരു 5 വർഷം വേണം ഇത് ശരിക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഈ രോഗം ബാധിക്കുന്നത് വളരെ കുറവാണ്. മറ്റുള്ള അതിനെ അപേക്ഷിച്ച് ഇപ്പം കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുത്തുന്നുണ്ടാവാം. എന്നാലും മറ്റുള്ള തെങ്ങിനങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ രോഗപ്രതിരോധശേഷി കൂടുതലുള്ളത് നമ്മുടെ ഈ കുറ്റ്യാടി ഇനത്തിനാണ്. അപ്പം ഇത് ഹൈറ്റ് വെക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം ഹൈറ്റ് വെച്ചാലും നമുക്ക് നല്ല കാമ്പിള തേങ്ങയാണ് കിട്ടുന്നത്. നല്ല വർഷം കഴിയുന്നത് പോലെ നമുക്ക് ഓരോരോ വർഷം കഴിയുന്നത് പോലെ കൂടുതൽ നമുക്ക് തേങ്ങ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് എപ്പോഴാണ് വെക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തെങ്ങ് എല്ലാവരും വെക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ശരിക്കും ഇത് വെക്കേണ്ടത് മെയ് മാസമാണ്. നമുക്ക് ഇത് ഒരു തെങ്ങ് വെക്കുമ്പോൾ നമുക്ക് 25 അടി അകലത്തിലാണ് തെങ്ങ് വെക്കുന്നത്. മെയ് മാസത്തിലാണ് തെങ്ങ് വെക്കേണ്ടത്. പക്ഷേ ഇപ്പം ഈ അതിതീവ്ര മഴയായതുകൊണ്ടും ഒക്കെ ആൾക്കാർ ഇപ്പം ഈ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് ഇപ്പോൾ വെക്കുന്നത്. നല്ല എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ തെങ്ങ് വെക്കുന്നുണ്ട്. 25 അടി അകലത്തിലായിരിക്കണം വെക്കേണ്ടത്. ഒരു മീറ്റർ ആഴത്തിൽ കുഴി വേണം. 1 മീറ്ററെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 1 മീറ്ററെങ്കിലും ആഴത്തിൽ കുഴി വേണം. അപ്പം നമ്മൾ തെങ്ങ് കുഴി എടുത്തതിന് ശേഷം നമ്മൾ അതിൽ കുമ്മായി ഇടുക. കുമ്മായി ഇട്ടിട്ട് ഒരു 2 ആഴ്ച അത് കാത്തിരിക്കുക. അല്ലെങ്കിൽ അതിന് പറ്റുന്നില്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും പിന്നെ വെക്കണം. കുമ്മായി ഇട്ടിട്ട് വെറുതെ വെക്കുക. അതിനുശേഷം അതിൽ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പമണ്ണാക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ തയ്യം വെച്ച് കൊടുക്കുക. അതാണ് ഇത് നടുന്നൊരു രീതി എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലിപ്പം ഇത് കൂടാതെ തന്നെ, കുറ്റ്യാടി കൂടാതെ നമ്മളെ കാസർഗോഡിൻ്റെ ഇനമായിട്ടുള്ളൊരു ബേടകം തെങ്ങും വളരെ ഇപ്പം അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ബേടകം തെങ്ങ് എന്ന് പറയുന്നത് നല്ലൊരു തെങ്ങാണ്. ബേടകം തെങ്ങ് നല്ലോണം ഒരുപാട് കായ്ഫലം തരുന്ന ഒരു ഇനമാണ് ബേടകം തെങ്ങ്. അത് നാടൻ ഇനത്തിൽപ്പെട്ടതാണ്. പിന്നീടുള്ളത് നമ്മുടെ കുറിയ ഇനങ്ങളായിട്ടുള്ള ഗംഗാബോണ്ടം, അതേപോലെ മലേഷ്യൻ കുള്ളൻ, ചാവക്കാടൻ കുള്ളൻ, ഇതൊക്കെ ഒരു കുറിയ ഇനങ്ങളാണ്. പിന്നെ സങ്കരവർഗ്ഗത്തിൽ വരുന്നതാണ് നമ്മുടെ ടീൻ ടുടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൂടുതൽ നമ്മളൊരു ഒരു കർഷകൻ എന്നുള്ള നിലയിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നത് ഏറ്റവും നല്ലത് ഈ കുറ്റ്യാടി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ബേടകം തെങ്ങ് തന്നെ ആയിരിക്കും. കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ കുറച്ച് തെങ്ങൊക്കെ വെക്കാനുള്ളവർക്ക് നമുക്ക് ഗംഗാബോണ്ടം, അതുപോലെ കുറിയ ഇനങ്ങളായിട്ടുള്ള ഗംഗാബോണ്ടോ, മലേഷ്യൻ കുള്ളനോ, ചാവക്കാടൻ കുള്ളനോ ഇതൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് ഇപ്പം ഒരു വലിയ തെങ്ങിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ആഗസ്റ്റ് മാസം നമ്മൾ ഒന്ന് വൃത്തിയാക്കുക. തെങ്ങിൻ്റെ ഇട ഒന്ന് വൃത്തിയാക്കി അതിൽ നമ്മൾ ജൈവവളങ്ങൾ ഏറ്റവും കുറഞ്ഞത് 25 കിലോ എങ്കിലും, ചാണകപ്പൊടിയായാലും ആട്ടുംകാട്ടമായാലും എല്ലുപൊടിയായാലും 25 കിലോ എങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വളമൊക്കെ ഒന്ന് അടിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ യൂറിയ, അതുപോലെ റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു യൂറിയ നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാം, ഒരു വലിയ തെങ്ങിന് 250 ഗ്രാം യൂറിയ ഇട്ട് കൊടുക്കാം. അതുപോലെ റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് ഒരു 280 ഒരു 300 ഗ്രാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പൊട്ടാഷ് ഒരു 350 ഗ്രാം ഒരു തെങ്ങിനാണ് ഒരു കായ്ഫലം തരുന്ന ഒരു തെങ്ങിനാണ് ഞാൻ പറയുന്നത്. ഇട്ട് കൊടുത്താൽ നല്ല വിളവ് കിട്ടും. അതിനുശേഷം നമ്മുടെ ചവറുകളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ തടം മൂടിക്കൊടുക്കുകയാണ് പതിവ്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കൂടാതെ തന്നെ ഇപ്പം കുറിയ ഇനത്തിൽപ്പെട്ട ഒരു ഹൈബ്രിഡ് ഇനം കൂടെ വരുന്നുണ്ട്. രാമഗംഗ എന്ന് പറയുന്ന ഒരു ഇനം കൂടെ, അത് ആന്ധ്രയിലുള്ള ഒരു നഴ്സറി എടുത്തിട്ടുള്ളതാണ്. കുറിയ ഇനമാണ് രാമഗംഗ. അതും കൂടെ ഇപ്പം നമ്മുടെ തെങ്ങ് വർഗ്ഗത്ത് വന്നിട്ടുണ്ട്. അപ്പം കുറേ കാലമായിട്ട് തേങ്ങക്കൊക്കെ വിലയില്ലാത്തൊരു കാലം ആയിരുന്നു. ആർക്കും വേണ്ടാതെ ഇങ്ങനെ പറിക്കാൻ ആളില്ലാതെയും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു തേങ്ങയ്ക്ക് വില കൂടിയതുകൊണ്ട്
ഇപ്പോൾ കർഷകരൊക്കെ തെങ്ങ് കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇതാണ് എനിക്ക് തെങ്ങിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.